ഒരു ലോഷോ ഗ്രിഡ് വരച്ച് നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് സൂക്ഷിച്ചാൽ തന്നെ വീടിന്റെ വാസ്തുദോഷം മാറാനും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ലോഷോ ഗ്രിഡിന് കഴിയും. പേഴ്സിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തോ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു 9 നമ്പറുകളുടെ ഒരു ഗ്രിഡാണിത്. ഇതിനെ ലോഷോ ഗ്രിഡ് എന്നാണ് പറയുന്നത്. വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ലോഷോ ഗ്രിഡ് നമ്മളെ സഹായിക്കും. ഏറ്റവും കൂടുതൽ ടൂളുകൾ വിറ്റഴിച്ചിട്ടുള്ള ടൂളിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഫെങ്ഷുയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് ലോഷോ ഗ്രിഡാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറ്റ് പേപ്പറിനകത്ത് ഒരു ലോഷോ ഗ്രിഡ് വരച്ച് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് സൂക്ഷിച്ചാൽ തന്നെ വീടിൻ്റെ വാസ്തുദോഷം മാറാനും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ലോഷോ ഗ്രിഡിന് കഴിയും. ഫെങ്ഷുയുടെ ബേസ് എന്ന് പറയുന്നത് ഈ ലോഷോ ഗ്രിഡാണ്. ഈ ലോഷോ ഗ്രിഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഒരു പേപ്പർ എടുക്കുക, അതിനെ കറക്റ്റ് സ്ക്വയർ ആക്കുക. സ്ക്വയർ ആക്കിയിട്ട് അതിനെ 9 കളങ്ങളാക്കി തിരിക്കുക. 4, 9, 2, 3, 5, 7. അടുത്തത് 8, 1, 6. ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളും ഇതിനകത്തുണ്ട്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. 4ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 13 വരും. 13ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15 വരും. താഴത്തെ ലെയർ നമ്മൾ നോക്കുന്നു. 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 8 വരും. 8ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15 വരും. അടുത്തത് 8ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 9 വരും. 9ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 15 വരും. ഇത് ഈ രീതിയിൽ കൂട്ടുമ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ കൂട്ടുന്നതെന്ന് വെച്ചോ. 7ഉം 2ഉം 9ഉം 6ഉം 15. 9ഉം 5ഉം 14, 1ഉം 15. 4ഉം 3ഉം 7ഉം 8ഉം 15. ഇനി ഈ രീതിയിൽ കൂട്ടുന്നു എന്ന് കണക്കാക്കുക. 2, 5ഉം 7, 7ഉം 8ഉം എത്ര കിട്ടി? 15 കിട്ടി. തിരിച്ചാണെങ്കിലോ 4ഉം 5ഉം 9ഉം 6ഉം 15 കിട്ടി. എങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരുന്ന ഒരു മാന്ത്രിക ചതുരമാണ് ഈ ലോഷോ ഗ്രിഡ് എന്നുള്ളത്. ഇപ്പോൾ ഫെങ്ഷുയി, ഐച്ചിങ് ഇതെല്ലാം ഈ ലോഷോ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോഷോ ഗ്രിഡ്, ഇതിൽ ഈ സൈഡിൽ എഴുതിയാക്കുന്ന ഈ നമ്പറുകൾ ഈ രീതിയിൽ എഴുതണ്ട. ഇത് മാത്രം ഇത്രയും നിങ്ങൾ എഴുതി നിങ്ങളുടെ പേഴ്സിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തോ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു 9 നമ്പറുകളുടെ ഒരു ഗ്രിഡാണിത്. ഇതിനെ ലോഷോ ഗ്രിഡ് എന്നാണ് പറയുന്നത്. വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ലോഷോ ഗ്രിഡ് നമ്മളെ സഹായിക്കും. ഇതിൻ്റെ പിന്നിൽ നമുക്ക് ന്യൂമറോളജി ഒക്കെ ഉണ്ട്. അത് മുന്നേയുള്ള വരും ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ന്യൂമറോളജിയിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോഷോ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ സൗഭാഗ്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് എടുത്തിട്ട് സൗഭാഗ്യങ്ങളൊക്കെ കണക്കാക്കാനും എന്ത് തരത്തിലുള്ള ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിനുള്ളത്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന രാജയോഗമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോഷോ ഗ്രിഡ് വെച്ചിട്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ മറ്റ് പ്രോഗ്രാമിൽ കാണാം. ഇനി നമുക്ക് ഫങ്ഷുവലായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂളുകൾ വിറ്റഴിച്ചിട്ടുള്ള ടൂളിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ മെറ്റൽ ടോട്ടോയ്സ് ആണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമിൽ ഞാൻ ഈ മെറ്റൽ ടോട്ടോയ്സ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിഷ് ടർട്ടിലാണ്. അപ്പോൾ ഈ ഒരു ടോട്ടോയ്സ് വാങ്ങിക്കുക. ഇതിൻ്റെ ബാക്കിൽ ഇത്തരത്തിൽ ലോഷോ ഗ്രിഡ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതേ നമ്പറുകൾ ഇതേ രീതിയിൽ തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 4, 9, 2, 3, 5, 7, 8, 1, 6 ഈ രീതിയിൽ തന്നെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുന്നേക്കാൾ കൂടുതൽ പവർഫുൾ ആണ് ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ എവിടെ വയ്ക്കാം? നോർത്തിൽ വയ്ക്കാം. ഇനി നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്ന് എഴുതുക. ഈ മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കുക, 2ആയിട്ട് ഓപ്പൺ ചെയ്യുക. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിനകത്ത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് റെഡ് ഇങ്കിനകത്ത് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു, നന്ദി 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 എന്ന് എഴുതി നല്ലതുപോലെ മടക്കി ഇതിനകത്ത് വെക്കുക. ഇത് വെച്ച് അടച്ചു വയ്ക്കുക. നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുക. അതിനകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ട് ഈ ആമയെ അതിനകത്ത് ഇറക്കി വയ്ക്കുക. ഈ ആമയുടെ തല നിങ്ങളുടെ മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കാം. ഇത്
ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 തവണ ആമയെ എടുത്തു മാറ്റി പാത്രം കഴുകിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യല്. ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ ആമയെ എടുത്തുകൊണ്ട് പോയി ഒഴുക്കിക്കളയാം. അപ്പോൾ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ലിവിംഗ് റൂമിൽ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ബാക്കി എല്ലാ മെത്തേഡും അതുപോലെ തന്നെയാണ്. വെള്ളത്തിൽ വെക്കുന്നതിന് പകരം ഒരു റെഡ് ചരടിനകത്ത് കെട്ടിയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഇതുപോലെ തല കീഴായിട്ട് ഇതിനെ തൂക്കിയിടാം. അങ്ങ് ഇത് ആഗ്രഹം സാധിക്കുമ്പോൾ ഇത് ഒഴുക്കി കളഞ്ഞിട്ട് പുതിയ കാര്യം എഴുതി വെക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 1-2 ടൂളുകളും കൂടെ ഞാൻ കാണിക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 8 ദിക്കുകളാണുള്ളത്. ആ 8 ദിക്കുകൾ ആണ് ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. 8 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ പക്കോമർ ഉപയോഗിക്കുന്നത്. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇത്തരത്തിലുള്ളൊരു ഫ്യൂഡോക്സിൻ്റെ സിമ്പൽ, ഇത് പക്കോമർ വെച്ചിട്ട് ലെഫ്റ്റിൽ വയ്ക്കാം, അപ്പുറത്ത് റൈറ്റിൽ വയ്ക്കാം. അപ്പോൾ ഇത് പക്കോമറും ഫ്യൂഡോക്സ് എന്ന് പറയും. വീട്ടിലേക്ക് വരുന്ന പ്രധാന നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ടൂളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.